അസമിൽ ബീഫ് നിരോധനം ഏർപ്പെടുത്തി കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിനും വിൽക്കുന്നതിനും ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുൾ റഷീദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റഷീദ്, പൊതുപരിപാടികളിലടക്കം ബീഫ് വിളമ്പുന്നതിന് സമ്പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് അസം സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉത്തരവ് പുറത്തേക്ക് വന്നിരിക്കുന്നു. വലിയ പ്രതിഷേധം, ജനരോഷം മണപൊട്ടാൻ സാധ്യതയുള്ള വിഷയമാണ്. കാവ്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അസമിൽ ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള ബീഫ് നിരോധനത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ഒട്ടാകെ BJP സർക്കാർ ഇപ്പോൾ ബീഫിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും പൊതു ഇടങ്ങളിലും ബീഫ് വിളമ്പുന്നതിനും കഴിക്കുന്നതിനും കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇക്കാര്യം അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചത്. എന്തായാലും സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് ഈ തീരുമാനം. മുസ്ലിം ഭൂരിപക്ഷമുള്ള സാമൂഹിക മണ്ഡലത്തിൽ അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ഉറപ്പാക്കാൻ BJP ബീഫ് നടത്തിയെന്ന ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ ഉയർന്നിരുന്നു. എന്തായാലും 25 വർഷം കോൺഗ്രസ് ഭരിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ BJP വിജയിക്കുകയും ചെയ്തു. ഇതിനുശേഷമുള്ള ഈ നടപടി അംഗീകരിക്കാനാകില്ല എന്ന് കോൺഗ്രസ് ഒന്നടങ്കം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതേസമയം ബീഫ് നിരോധനം അംഗീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം പാകിസ്ഥാനിലേക്ക് സ്ഥിരതാമസം മാറ്റണമെന്നുള്ള വിമർശനവുമായി അസം മന്ത്രി പിജൂഷ് ഹസാരികയൊക്കെ തന്നെയും രംഗത്തെത്തിയിരുന്നാലും നമുക്കറിയാം, അസമിനെ സംബന്ധിച്ചിടത്തോളം 35% വരുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളാണ് ഈ അസമിൽ ഉള്ളത്. ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അസ്ഥിരതപ്പെടുത്തുന്നതിന് വേണ്ടിയും അതോടൊപ്പം മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലുമുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് ഇപ്പോൾ BJP സർക്കാർ എന്തായാലും തുടരുന്നത്. മാത്രമല്ല, ഇത് അസമിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം നേരത്തെയും ഹിമന്ത ബിശ്വ ശർമ്മ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷങ്ങൾക്കൊക്കെ തന്നെയും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തി കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ബീഫ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാവ്യ. ശരി, റഷീദാണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. ഇതൊരു രാഷ്ട്രീയ പോരിനപ്പുറത്തേക്ക് വലിയ തോതിൽ ജനങ്ങളെ തന്നെ, അവകാശങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രശ്നമാണ്. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം, ജനരോഷം വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് വിഷയത്തിൽ പ്രതീക്ഷിക്കാം എന്നതാണ് അല്പസമയം മുൻപ് അസമിൽ നിന്ന് വന്ന ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ മനസ്സിലാക്കേണ്ടത്.